Hello my dears, welcome back to my YouTube channel. Yes, we are back again with our usual video routines and കാര്യങ്ങളായിട്ട്. Today's video നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇറ്റ്സ് അബൌട്ട് a sunscreen. പക്ഷേ ഒരു നോർമൽ സൺസ്ക്രീൻ അല്ല. നോർമൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും സൺസ്ക്രീൻ ഒരു ക്രീം ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു ക്രീം നേച്ചറിലായിരിക്കും എപ്പോഴും വരുന്നത്. ബട്ട് ദിസ് കംസ് ഇൻ എ സ്പ്രേ ബോട്ടിൽ, ഒരു ഫേഷ്യൽ സ്പ്രേ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു സൺസ്ക്രീൻ ആണ്. ആൻഡ് ദാറ്റ് ഇസ് ഫ്രം ദി ബ്രാൻഡ് കോൾഡ് അരോമ മാജിക്. അപ്പോൾ അരോമ മാജിക്കിന്റെ ഞാൻ മുന്നേ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫേസ് വാഷ് തീർന്നു പോയി. ഞാൻ അരോമ മാജിക്കിന്റെ ഫേസ് വാഷ് ആണ് ഇപ്പം ഓർഡർ ചെയ്തത്. നീം ആൻഡ് ടീ ട്രീ ഫേസ് വാഷ് ആണ്. വേറൊന്നും കൊണ്ടല്ല, മുഖം മൊത്തത്തിൽ അവിടെ ആയിട്ട് കുട്ടി ബംസ്, കാണാൻ പറ്റാത്ത ടൈനി ബംസും ഉണ്ട്, അല്ലാണ്ട് ബിഗ് ആക്നേസ് ആൻഡ് പിമ്പിൾ മാർക്സ് ആൻഡ് ഡാർക്ക് സ്പോട്സ് എല്ലാമായിട്ട് കുളമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിവേസ്, അപ്പോൾ നമുക്ക് ലെറ്റ്സ് കം ബാക്ക് ടു ദ വീഡിയോ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സംസാരിച്ച് ഇങ്ങനെ പോകും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സോ ടുഡേ ഐ ആം ഗോണ ടോക്ക് അബൌട്ട് ദിസ് പ്രോഡക്റ്റ്, അരോമ മാജിക്കിൻ്റെ സൺസ്ക്രീൻ ലൈറ്റ് സ്പ്രേ ആണിത്. സോ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ. കാരണം എനിക്കാണെങ്കിലും ഈ ക്രീം ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു മടിയായിരിക്കും. സോ അതിനേക്കാളും ഇതാകുമ്പോഴത്തേക്കും സ്പ്രേ ബോട്ടിലാണ്, ഇറ്റ് കംസ് ഇൻ ദിസ് സ്പ്രേ ബോട്ടിൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈവൻ ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വി ക്യാൻ ഗോ ഔട്ട്. ഒരുപാട് പ്രോഡക്ട്സ് ലെയർഡ് ആവുന്നുമില്ല സ്കിന്നിൽ, ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഇതിൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് SPF++30 മാത്രമേ ഉള്ളൂ. സോ അതൊരു ഇതായിട്ട് തോന്നി. ബട്ട് ഇറ്റ്സ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോഴും ആ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സേഫ് ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഇതിൻ്റെ MRP വരുന്നത് 525 ആണ്. ഡെഫിനറ്റ്ലി ഞാൻ അത്ര രൂപയ്ക്കല്ല മേടിച്ചത്, ഞാൻ മേടിക്കാനും പോകത്തില്ല. ഐ തിങ്ക് ഐ ഗോട്ട് ഇറ്റ് ഫോർ ഓഫർ ഫോർ 300 and something. ഓർമ്മയില്ല കേട്ടോ, ആ റേഞ്ചിനാണ് കിട്ടിയത്. യെസ്, ബിറ്റ് എക്സ്പെൻസീവ് ആണ്, ബട്ട് ദിസ് ഈസ് 100% ഓർഗാനിക് പ്രോഡക്റ്റ് ആൻഡ് 100 ml ഓഫ് പ്രോഡക്റ്റും ആണ് നമുക്ക് കിട്ടുന്നത്. കാണുമ്പോൾ ഒരു കുഞ്ഞു ബോട്ടിലായിട്ട് തോന്നുമെങ്കിലും എനിക്ക് ചില സമയത്ത് ക്രീം ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് യൂസ് ചെയ്താലും ഈ പറഞ്ഞ വൈറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സ്കിൻ ഓയിലി ആക്കുന്ന പോലെ അങ്ങനത്തെ പ്രശ്നമൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും സ്പ്രേ ആയതുകൊണ്ട് ഭയങ്കര വിസിബിളും ആയിരിക്കത്തില്ല. വിത്തിൻ കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും സ്കിന്നുമായിട്ട് അബ്സോർബ് ആയി അങ്ങനെ ഇരിക്കുമല്ലോ. സോ ഞാനത് ഫേസിൽ മൊത്തമായിട്ട് ഇതുവരെയും ചെയ്ത് നോക്കിയില്ല, ബിക്കോസ് അങ്ങനെ ഇത് മേടിച്ചതിന് ശേഷം എനിക്ക് പുറത്ത് പോകേണ്ടി വന്നില്ല ഇൻ ഡേ ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് കയ്യിൽ ഞാനൊന്ന് അടിച്ചു നോക്കിയതേ ഉള്ളൂ, ജസ്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ അറിയാൻ. സോ ഇറ്റ്സ് വെരി ലൈറ്റ് വെയിറ്റ് കേട്ടോ. എനിവേസ്, അപ്പോൾ ടെസ്റ്റ് ഇറ്റ് ഔട്ട്. ഇതിന് എനിക്ക് സ്മെല്ലിൻ്റെ കാര്യത്തിൽ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാർമസി മെഡിസിൻ കൈൻഡ് ആൻഡ് ഒരു ചില പണ്ടത്തെ മുട്ടായിരൊക്കെ ഒരു സ്മെല്ലില്ലേ, അതുപോലത്തെ സ്മെൽ എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് പക്ഷെ ഭയങ്കര അങ്ങനെ എന്താ പറയുക, സ്ട്രോങ് ഫ്രേഗ്രൻസ് ഒന്നും അല്ല, മൈൽഡ് ഓൺലി. അപ്പോൾ ലെറ്റ്സ് ടെസ്റ്റ് ഇറ്റ്. ഞാനൊന്ന് കയ്യിൽ സ്പ്രേ ചെയ്ത് കാണിക്കാം. സോ യെസ്, ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് വൈറ്റ് കളറാണ്. യെസ്, ഇറ്റ്സ് കംസ് ഇൻ വൈറ്റ് കളർ. ബട്ട് പെട്ടെന്ന് തന്നെ അത് സ്കിന്നുമായിട്ട് അബ്സോർബ് ആയി. കണ്ടോ, ഇറ്റ് ഡസന്റ് മേക്ക് സ്കിൻ ഓയിലി ഓർ എനിത്തിങ്. വളരെ പെട്ടെന്ന് സ്കിന്ന് അബ്സോർബ് ചെയ്ത് ഒരു സാധനം ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു രീതിയിൽ പോലും നമുക്ക് അറിയുന്നില്ല. അത്ര ആൻഡ് ഭയങ്കര ലിക്വിഡി ടെക്സ്ചർ കൂടിയാണ്, കാരണം വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. സോ ഞാൻ ഫേസിൽ കൂടി ഒന്ന് ഇതുവരെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കില്ല. സോ ഇൻ ഓൺ ക്യാമറ ഫസ്റ്റ് ടൈം ഐ എം ഗോണ ട്രൈ ദിസ് ആൻഡ് സീ. ഓക്കെ, സോ ആദ്യം കുറച്ചിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ബിൽഡ് ചെയ്താൽ മതിയല്ലോ. സോ ഇങ്ങനെ ഫേഷ്യൽ സ്പ്രേ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ല എങ്കിൽ ഏത് ലൈക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ് ആൻഡ് സോ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. whichever is comfort for you, you can use it. സോ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ബിക്കോസ് ഞാൻ പറഞ്ഞു എനിക്ക് സൺസ്ക്രീൻ ഒരു ക്രീമായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് സോ എന്താ പറയുക, ഭയങ്കര ഒരു ഹാൻഡി ആയിട്ട്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഈ പറഞ്ഞ നോർമൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർക്ക് മേ ബി ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് തോന്നാം, ബട്ട് ഇൻവെസ്റ്റ് ഇൻ ദിസ് ഐ ഗെസ് ഇറ്റ്സ് വെരി ഈസി ടു യൂസ്, വെരി ഈസി ടു ക്യാരി. നമ്മൾ സ്പിൽ ഔട്ട് ചെയ്യുന്നില്ല. മേക്കപ്പ് ബോക്സ് പൗച്ചിലൊക്കെ നിങ്ങൾ ഇട്ടിരുന്നാലും അങ്ങനെ കളഞ്ഞു പോകും, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട.
വെരി വെരി ഹാൻഡി ടു യൂസ്. സോ അതാണ് ഞാൻ ഫസ്റ്റ് നോക്കിയത്. ആൻഡ് ഞാൻ പറഞ്ഞത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില സൺസ്ക്രീൻസ് ഇടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വൈറ്റ് കാസ്റ്റ് മാത്രമല്ല ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും. ക്രീം ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ചിലപ്പോൾ തോന്നത്തില്ല. ബട്ട് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഫേസിൽ ഇട്ടേക്കുന്നത് തന്നെ ഫീൽ ആവുന്നില്ല. ഭയങ്കര സ്പീഡായിട്ട് ഫേസ് അബ്സോർബ് ആവുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് ഇല്ല. വൈറ്റ് കളർ ലിക്വിഡ് ആണെങ്കിൽ പോലും അതങ്ങനെ നമുക്ക് അങ്ങനത്തെ കളറൊന്നും അറിയുന്നൊന്നുമില്ലല്ലോ. ഫേസിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. ആൻഡ് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടും തോന്നുന്നുണ്ട്. അതായത് തൊട്ട് നോക്കുമ്പോൾ സ്റ്റിക്കിനെസ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ബട്ട് സ്കിന്നിന് നല്ലൊരു സപ്പിൾ ഒരു ലൈറ്റ് ഫീൽ ഉണ്ട്. അപ്പൊ സ്മെല്ലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒട്ടും അറിയുന്നില്ല. ആ അടിക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ. സോ എനിവേസ് എനിക്ക് ഇപ്പോൾ ഞാൻ സൺസ്ക്രീനിന് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് ഹാവ് എ സൺസ്ക്രീൻ ക്രീം. മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഐ തിങ്ക് ജസ്റ്റ് ഹെർബ്സിന്റെ ആയിരുന്നു. അത് ടിൻറ്റഡ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര തിക്കായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്, ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്, നല്ല പ്രോഡക്റ്റ് ആണ്. അത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് തോന്നും. ചെറിയ എമൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ഈ ചില വീഡിയോസിൽ കാണില്ല 2 ഫിംഗർ റൂൾ വൈസ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വൈറ്റ് കാസ്റ്റ് വരും. ബട്ട് എനിക്ക് തോന്നിയ പ്രശ്നം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അത് ഇച്ചിരി തിക്ക് ആൻഡ് ക്രീമാണ്. സോ അതെനിക്ക് ഫേസിൽ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയാ തിക്ക് ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാച്ചി ആയിട്ട് അവിടെ ഇരിക്കുന്നത് തോന്നും. ആൻഡ് മെയിൻലി മേക്കപ്പിന്റെ അടിയിൽ നമുക്ക് ഇടാൻ വെച്ചിട്ട് ഇതായിട്ട് തോന്നും. ഞാനപ്പോൾ സൺസ്ക്രീൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ സ്പ്രേ ആണ്. ആൻഡ് എൻ്റെ ഹസ്ബൻഡിനും മിക്കപ്പോഴും ഫീൽഡ് വർക്ക് ആകുമ്പോഴത്തേക്കും അവർക്ക് വെയിലത്ത് തന്നെ കിടന്ന് ഓടേണ്ടതാണ്. അപ്പം പുള്ളിയുടെ ഞാൻ എപ്പോഴും പറയും സൺസ്ക്രീൻ യൂസ് ചെയ്യാനൊക്കെ. പക്ഷെ പുള്ളിക്ക് കേൾക്കാറേ ഇല്ല. പുള്ളിക്ക് ഫേസിൽ ഒരു സാധനം ഇടുന്നത് ഇഷ്ടമല്ല. അപ്പം ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ സൺസ്ക്രീൻ സ്പ്രേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു യൂസ്. മര്യാദയ്ക്ക് യൂസ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഇനിയിപ്പോൾ ഇതെങ്കിലും യൂസ് ചെയ്യുമായിരിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ പിടിച്ച് നിർത്തിപ്പെട്ട എന്തെങ്കിലും അടിച്ചിട്ട് അങ്ങനെ വിട്ടാൽ മതിയല്ലോ. സോ യാ, അപ്പോൾ അങ്ങനെയും കൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം എന്തായാലും എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടും ഭയങ്കര ഈസി പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. സോ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഷെയർ വിത്ത് യു ഗൈസ്. സോ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ കമന്റ്സിലൊക്കെ പറയൂ. ആൻഡ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ മീ ഇൻ ദ കമന്റ് സെക്ഷൻ ലൈക്ക് വാട്ട്സ് യുവർ തോട്ട് അബൌട്ട് ദിസ്. ആൻഡ് ബാക്കി സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ വീഡിയോ ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടുള്ള യൂസ് എന്നുള്ളത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ആൻഡ് hope you all like this video. So video ഇഷ്ടമായെങ്കിൽ do like, share and subscribe. നമുക്ക് മറ്റു വീഡിയോസ് ആയിട്ട് കാണാം. So thank you for watching this video. Virtual hugs to all of you guys. So നമുക്ക് next video ആയിട്ട് കാണാം. Bye.